എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭൂരി ബാജിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാൻ അതിനായിട്ട് ഇവിടെ ഗോതമ്പ് പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചിലർ ഭൂരി മൈദയിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് പൊടിക്കകത്ത് റവ മിക്സ് ചെയ്തിട്ട് മരിപ്പൊടി മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇതിലിപ്പോൾ അതൊന്നുമില്ല, ഗോതമ്പ് പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കുക. ഭൂരിക്ക് വേണ്ടി ഒരുപാട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി, വളരെ പതുക്കെ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസം രാവിലെ ഒരു തിക്ക് തിരക്കാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടാണ് രാവിലത്തെ പരിപാടികൾ ആരംഭിച്ചത്. അപ്പോൾ എന്തായാലും ഭൂരി മസാല ഉണ്ടാക്കുന്നുണ്ട്. ഭൂരി ബാജി എന്നും ഭൂരി മസാല എന്നൊക്കെ പറയാം. അപ്പോൾ ഇവർ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത ആൾക്കാരാണ്, കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല വെജിറ്റബിൾസ്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാം മിക്സ് ചെയ്തിട്ടൊരു ബാജിയും കൂടി ഇതോടൊപ്പം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഭൂരിയുടെ ഏതാണ്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി അതൊരു ബോളാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് മാവ് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാജി ഉണ്ടാക്കാം. ഞാനിവിടെ ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതൊക്കെ കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ബീൻസാണ്, പിന്നെ പൊട്ടറ്റോ, സവോള. 2 സവോള എടുത്തിട്ടുണ്ട്, 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടിയിട്ട് മുറിച്ച് വെച്ചത്, അത് ഫ്രോസൺ ആണ്, അതും എടുത്തു. ഇനി കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചു. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഭൂരി ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തിടുന്നതും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വറുത്തിടുന്നിട്ടിട്ട് അങ്ങനെ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും, രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടു. അതിലേക്ക് സവാള അരിഞ്ഞതിട്ടു. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിളക്കി. അതോടൊപ്പം തന്നെ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തത്. ഇഞ്ചി ചതച്ചിട്ടും എടുക്കാം, വെളുത്തുള്ളി ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ 2 പച്ചമുളക് അതും ഇട്ടിട്ടുണ്ട്. ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറേ സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക, അത്രേ വേണ്ടൂ. എപ്പോഴും നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് ഉണ്ടാക്കുള്ളൂ. അതാണ് രാവിലെയൊക്കെ നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നൊരു കറിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ അമ്മു അപ്പുറത്ത് ഭൂരി ബോളാക്കി വെച്ചു. ഭൂരി മാവ് അത് പിന്നെ പ്രസ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട്, ഒരു പ്ലേറ്റിൽ. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇനി ചേർക്കാനുള്ളത് ബാക്കിയുള്ള കഷ്ണങ്ങളാണ്. ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ അത് കേട് വരില്ല. ഞാൻ ഏതൊക്കെ മാർഗ്ഗത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ക്യാരറ്റ് എനിക്ക് കേട് വന്ന് പോകാറുണ്ട് കേട്ടോ, ചീഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഞാൻ കട്ട് ചെയ്തിട്ട് എപ്പോഴും ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ വില കുറവുള്ള സമയത്ത് കൂടുതലായിട്ടൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പമാണ്. എല്ലാതും അപ്പപ്പോൾ കഷ്ണങ്ങൾ കട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും അതിൽ ചേർത്തു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി അതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ്. ഞാൻ നല്ല ലൂസായിട്ടുള്ള ഒരു കറിയായിട്ടല്ല ഇത് എടുക്കുന്നത്, അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കറിയായിട്ടാണ് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം എല്ലാ കഷ്ണങ്ങളും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക, അത്രേ വേണ്ടൂ. കൂടുതൽ സമയം ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ പച്ചവെള്ളം 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ കൊടുക്കാം. ബീറ്റ്റൂട്ട് ഉള്ളത് കൊണ്ടാണ് 4 വിസിൽ, അല്ലെങ്കിൽ 3 വിസിൽ മതിയാവും. ബീറ്റ്റൂട്ട് ഒഴിവാക്കുകയാണെങ്കിൽ 3 വിസിൽ മതിയാവും. പിന്നെ പെട്ടെന്ന് തന്നെ ഈ കുക്കർ തുറക്കേണ്ടതുണ്ട്, നമുക്ക് ടൈമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം കുട്ടികൾക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് 4 വിസിലടിക്കുന്നുണ്ട്. കുക്കർ വിസിലടിക്കുന്ന സമയം കൊണ്ട് ഭൂരി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ കുറച്ചൊക്കെ ബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മു, പിന്നെ അതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനിവിടെ പ്രസ്സിൽ പെട്ടെന്ന് പരത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഭൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഭൂരി ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള പണിയാണ്.
ആദ്യമൊക്കെ എനിക്ക് ചപ്പാത്തി പൂരി ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇരുമ്പ് ചീനച്ചട്ടി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, അതിൻ്റെ സൈഡിലൊക്കെ കൈ തട്ടിയാൽ പെട്ടെന്ന് പൊള്ളും. അതുപോലെ ഭൂരി ഇട്ട് കൊടുക്കുമ്പോഴും വളരെ സ്ലോയിൽ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ആദ്യം എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒറ്റ പോളയായിട്ട് അത് വീർത്ത് വന്നിട്ടുണ്ട്. ഭൂരിയൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും നമ്മളുടെ കുക്കർ തുറക്കാറായി. കുക്കർ തുറന്ന് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീട്രൂട്ടൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ബാജിയിൽ മിക്സ് ചെയ്യുമ്പം അവർ കഴിച്ചോളും. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. പൊട്ടറ്റോ ഒക്കെ നന്നായി ഉടച്ചു കൊടുക്കുമ്പോൾ ഇത്തിരിയും കൂടി തിക്കായിട്ട് വരും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നേ ഏതോ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് ശരവണ ഭവൻ ടേസ്റ്റിലെ മസാല ഉണ്ടാക്കുന്നത്. അതിൽ ക്യാരറ്റും മറ്റേ ബീട്രൂട്ടൊന്നുമില്ല, പൊട്ടറ്റോ സവോള മാത്രമായിട്ടുള്ള മസാലയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഈ ടിപ്പ് ചെയ്യാറുണ്ട്. 1 ടീസ്പൂൺ കടലമാവ് എടുക്കുക, അത് വെള്ളത്തിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ നമ്മൾ ചേർക്കുക. വീണ്ടും 1 മിനിറ്റ് കൂടി അതൊന്ന് തിളവരാൻ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കടലമാവ് വളരെ കുറഞ്ഞ അളവിൽ ഇതുപോലെയുള്ള ബാജിക്കകത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അതുപോലെ ദോശമാവിൽ ഞാൻ 1 ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ദോശയ്ക്കും ഒരു സ്മെല്ല്, ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭൂരിയും ബാജിയും എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പതിവ് പോലെ തന്നെ കമൻ്റൊക്കെ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം.